രണ്ടടി മുകളിൽ രണ്ടടി താഴ്ത്ത് ഒരടി തുടയിൽ തുടയിൽ. റോമനക്കുട്ട, അഞ്ചാമത്തടി ദുര്യോധന്റെ തുടയിലടിക്കുമെന്ന് പറഞ്ഞില്ലേ? നീ വെറുതെ എന്നെ ആശാന്റെ വായിന്ന് ചീത്ത ഏൽപ്പിക്കും. സോറി സർ. ഇതാരാ യുദ്ധഭൂമിയിൽ ഒരു പുതിയ ഭടൻ? സാർ, ട്രാൻസ്ഫർ ആയി വന്നതാണല്ലേ? എന്റെ ചേട്ടാ, ഇവിടെ ഉള്ളവർക്ക് തന്നെ ഒരു പണിയില്ല. പിന്നെ നല്ലൊരു കലാഹൃദയം ഉള്ളതുകൊണ്ട് ബോറടിക്കാതെ അങ്ങനെ ജീവിച്ചു പോകുന്നു. ഇവിടെ ആകെ വരുന്ന കേസ് അതിർത്തി തർക്കോ. ഒരു കള്ളനെ കുനിച്ചിൽ തിരിച്ച് കാലം മറന്നു. വല്ലപ്പോഴും മരുഭൂമി പെയ്ത മഴ പോലെ ഒരു ക്രിമിനൽ കേസ് വരണമെങ്കിൽ ഉണ്ടല്ല, പൊള്ളാച്ചി നിങ്ങ് വരണം. ഇരട്ടകളാ, അതുപോലെ തന്നെ പരട്ടകളും. ഒരു രണ്ടും തമ്മിൽ മാറിപ്പോവും. പക്ഷേ എനിക്ക് മാറില്ല. പേന കൊണ്ട് ഞാൻ കവിളിൽ കറുത്ത് മറകിട്ടിരിക്കുന്ന ഇവനാണ് അപ്പു, മറകില്ലാത്തവൻ അച്ചു. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? നമ്മൾ ആരാ മോൻ? പേടിക്കണ്ട പേടിക്കണ്ട, ഇത് കേസൊന്നും ആയിരിക്കില്ല. ഒന്നില്ലെങ്കിൽ എന്റെ ഭാര്യ അല്ലെങ്കിൽ അവന്റെ ഭാര്യ. ഹലോ, ഞാൻ പറഞ്ഞില്ലേ? ഇവിടെ പറഞ്ഞാടി. മോളെ കരച്ച് വെച്ച മതി, കോട്ടമ്പള്ളി പറഞ്ഞേ. പിന്നെ മോളെ, ഞാൻ റിഹേഴ്സൽ കഴിഞ്ഞേ വരൂ. നീ ഇത്തിരി വെള്ളം ചൂടാക്കി വെച്ചേരും. ഇന്നൊക്കെ ധൈര്യത്തുള്ളതാ. അങ്ങനെ ഇങ്ങോട്ട് ശ്യാമള, നിന്റെ കഥാപാത്രത്തിന്റെ പേരെന്താ? എന്താ പറ പേര്? ദുരാഹരിയായ ദുര്യോധനൻ. ഇവൻ ഭീമസേനൻ. ഭീമസേനൻ ദുര്യോധനന്റെ തുടക്കടിച്ച് ദുര്യോധനെ വീഴ്ത്തണം. അതിനു പകരം നീ എന്തിനാ ഭീമസേനെ തുടക്കടിച്ച് വീഴ്ത്തിയത്? കാലം കുറേയില്ലേ ഭീമസേനൻ ദുര്യോധനെ തുടക്കടിക്കാൻ തുടങ്ങിയിട്ട്. ഇത്തവണ ദുര്യോധനൻ ഭീമനെ തുടക്കടിച്ച് ഒരു ചേഞ്ച് ഒക്കെ വേണ്ടേ? ഓഹോ, അങ്ങനെയാണെങ്കിൽ ഒരു ചേഞ്ചിന് വേണ്ടി നീ ഭീമസേനെ തോക്കെടുത്ത് വെടിവെക്കുവോ? പുരാണം നിനക്കൊക്കെ മാറ്റിമറിക്കാനുള്ളതാണോടാ ശവമേ. ആശാനെ, ഞാൻ SI ആണ്, നാറ്റിക്കരുത്. പബ്ലിക്കിന് പേരുണ്ടാവില്ല. SI പോലീസും ഒക്കെ അവിടെ. ഇവിടെ ആർട്ടിസ്റ്റുകളെല്ലാം എനിക്ക് ഒരുപോലെയാ. നീ അപ്പുറത്ത് മാറുന്നത് പ്രാക്ടീസ് ചെയ്ത് ശരിയാക്കിയിട്ട് സ്റ്റേജ് കയറിയാ മതി. പോടാ. അധികം ചിരിക്കണ്ട. വസ്ത്രാക്ഷേപ സമയത്ത് ഞാൻ ശരിക്കും തുണി ഉരിഞ്ഞിരിക്കും. നമുക്ക് ആ മാവിന്റെ ചോട്ടി പോയി യുദ്ധം ചെയ്യാം. ഇനി ആദ്യ രംഗം ഇന്ദ്ര സദസ് നോക്കാം. വാ മൂവ്മെന്റ്. നാരദൻ നാരദൻ. നാരായണ 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 നാരായണ. മൊബൈൽ എടുക്കാൻ മറന്നു. ദേവലോകത്തിന്റെ അധിപനായ ദേവേന്ദ്രന് വന്ദനം. ഇന്ദ്രലോകത്തേക്ക് അങ്ങേക്ക് ഹാർദവമായ സ്വാഗതം. അങ്ങയുടെ ആഗമനം നമ്മെ ആനന്ദചിത്തനാക്കിയിരിക്കുന്നു. ഊമകൾക്ക് അഭിനയിക്കാൻ പറ്റിയ ലോകത്തെ ഏക കല ബാലെ തന്നെ. അപ്പൊ കഥകളിയാ. ഈ സന്തോഷം നമ്മൾ ആഘോഷിക്കുകയാണ്. കടന്നു വരട്ടെ ദേവലോക നർത്തകികൾ. ഉർവശി, രംഭ, മേനഹ. എന്താണ് കാണിക്കുന്നത്? മേനകയുടെ ഡൂപ്പ് നിൽക്കണം ആശാനെ. മേനക എവിടെ പോയി? അറിഞ്ഞില്ലേ? മേനക പരശുരാമന്റെ കൂടെ ഒളിച്ചോടി പോയി എന്ന് ചെറിയൊരു ന്യൂസ് കേട്ടു. ഭീഷ്മനായിട്ട് അഭിനയിക്കുന്ന നമ്മുടെ സുധാകരനില്ലേ, അവന്റെ ഭാര്യയാണ് അവള്. അത് കാരണം ഭീഷ്മന് വെള്ളം അടിച്ച് ഷാപ്പിൽ കിടക്കുക. ഗുരുത്വദോഷികള്. എന്നാൽ തൽക്കാലം എന്ന് മതിയാക്കാം. ഇനി നാളെ നോക്കാം. അല്ല മേനക